ഞങ്ങളുടെ കുലഗുരു വസിഷ്ഠ മഹർഷിക്ക് ദശരഥന്റെ നമസ്കാരം. സ്വാമി, അങ്ങയുടെ നന്മ കൊണ്ടും ഭഗവാന്റെ കാരുണ്യത്താലും എനിക്ക് ജനിച്ച രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവർ 4 പേരെയും എന്നെക്കൊണ്ട് കഴിയും വിധം ഇതുവരെ നന്നായി വളർത്തുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു. ഇവരെല്ലാം സകല ശാസ്ത്രവും പഠിച്ച് അമ്പെയ്ത്ത് പരിപൂർണമായും പഠിച്ച് രാജ്യപരിപാലനം നടത്തി എല്ലാ പ്രജകളുടെയും സ്നേഹത്തിന് പാത്രമായി പ്രജകളുടെ സുഖമാണ് രാജാവിന്റെ സുഖമെന്നും ധരിച്ച് ഭരിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്റെ പുത്രന്മാരെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കുലഗുരുവേ, ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നു. പിതാവ് അവനെ വളരാൻ സഹായിച്ച് അവന്റെ ഓരോ ചുവടിലും തുണയായി നിൽക്കുന്നു. അങ്ങനെ വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ വിദ്യകളെല്ലാം അഭ്യസിച്ച് ഈ ലോകത്തിൽ വലിയവരാൽ അഭിനന്ദിക്കപ്പെട്ട് അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായി ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രിയപുത്രന്മാരെ അങ്ങയുടെ സമക്ഷം കൊണ്ടുവന്നിരിക്കുന്നത്. മഹാഗുരു, അങ്ങ് തന്നെ കഴിഞ്ഞ 56 തലമുറകളിലായി ഞങ്ങളുടെ ഇക്ഷ്വാകു വംശത്തിന്റെ കുലഗുരുവായിരിക്കുകയാണ്. സൂര്യകുലമായ ഞങ്ങളുടെ കുലം വിദ്യാഭ്യാസം, അമ്പെയ്ത്ത്, ധനം, ചിത്രകല അങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും മികവുറ്റവരായി മാറാൻ അവരെ പ്രാപ്തരാക്കണം. ബ്രഹ്മസ്ഥാനം കരസ്ഥമാക്കിയ അങ്ങയുടെ അടുത്ത് ഞങ്ങളുടെ ഈ പുത്രന്മാരെ വിട്ടിട്ട് പോവുകയാണ്. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ എളിയ കാണിക്കകൾ അങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നല്ലത് ദശരഥ. എന്റെ കടമകൾ ഭംഗിയായി ചെയ്യാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുരുദേവ, ഇന്നു മുതൽ എന്റെ പുത്രന്മാർക്ക് ഇവിടെ തങ്ങുവാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. രാമ, ആയുഷ്മാൻ ഭവ. ഭരത, ആയുഷ്മാൻ ഭവ. ലക്ഷ്മണ, ആയുഷ്മാൻ ഭവ. ശത്രുഘ്ന, ആയുഷ്മാൻ ഭവ. ദശരഥ, ഇനി ഇവരുടെ കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്വത്തിലാണ്. പോയി വരൂ.
അരുന്ധതി, സ്വാമി, ഭോജനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തുവോ? ചെയ്തിട്ടുണ്ട് സ്വാമി. കുമാരന്മാരെ, എഴുന്നേറ്റാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. ഗുരുദേവ, ഞങ്ങൾ അയോധ്യ നഗരത്തിന്റെ വീഥികളിൽ ചെന്ന് ഭിക്ഷയെടുക്കുവാനായി ഞങ്ങളെ വിട നൽകി യാത്ര അയച്ചാലും. എന്താ, രാജകുമാരന്മാരായ നിങ്ങൾ ഭിക്ഷയ്ക്ക് പോകുകയാണെന്നോ? നിങ്ങളുടെ പിതാവ് ഈ നാട് തന്നെ ഭരിക്കുന്ന മഹാരാജനല്ലേ? അങ്ങനെ ആയിരിക്കാം മാതാവേ. ഞങ്ങൾ രാജകുമാരന്മാരാണെങ്കിൽ പോലും ഗുരുകുലത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി ജീവിക്കുന്നതല്ലേ ധർമ്മം. ആയതിനാൽ ഞങ്ങളെ സന്തോഷത്തോടെ യാത്ര അയച്ചാലും. ധർമ്മത്തെ നിലനിർത്താൻ വന്നവൻ ധർമ്മത്തിന്റെ പേരിൽ യാത്ര ചോദിക്കുന്നു. പോയിട്ട് വരൂ രാമ. നീ കണ്ടില്ലേ അരുന്ധതി, നാൾതോറും ഭക്തന്മാരുടെ നിവേദനങ്ങൾ കൈക്കൊള്ളുന്ന ആ പരമ്പൊരുൾ മനുഷ്യനായി പിറന്നതിൽ മനുഷ്യധർമ്മം അനുസരിച്ച് ഭിക്ഷയാചിക്കാൻ പോവുകയാണ്. കുട്ടികളെ, നിങ്ങളിൽ ആരെങ്കിലും എന്നെ ഈ കുട്ട ചുമക്കാനായി സഹായിക്കാമോ? ഞങ്ങൾ കുട്ടികളാണ്. ഞങ്ങളെ കൊണ്ട് ഈ കുട്ട ഉയർത്താൻ സാധിക്കില്ല. ലക്ഷ്മണ, നിങ്ങൾ മുമ്പേ നടന്നു പൊയ്ക്കോളൂ. ഞാൻ ഈ അമ്മയെ സഹായിച്ചതിന് ശേഷം വരാം. ശരി ജ്യേഷ്ഠ. ഭരതൻ ജ്യേഷ്ഠ വന്നാലും നമുക്ക് മുൻപേ നടന്നു പോകാം. അമ്മേ, കുട്ടയെടുത്തോളൂ, ഞാൻ ഉയർത്തിത്തരാം. ആര്യപുത്ര, നീ എന്നെ സഹായിക്കുവാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ നിന്നെ സഹായിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്ത്? അമ്മ എന്നെ സഹായിക്കുമെന്നോ? അതെ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. എന്നെ ശ്രദ്ധിച്ചു നോക്ക്. മനസ്സിലായില്ലല്ലോ. അങ്ങനെയാണോ? ഇനി നോക്കിയേ. നമസ്കാരം പ്രഭു. ഇപ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അത് നിങ്ങൾ അവതാരമൂർത്തിയെ, ഞാൻ അങ്ങയുടെ ദേവിയായ മഹാലക്ഷ്മിയുടെ 8 അംശങ്ങളായി കുടികൊള്ളുന്ന അഷ്ടലക്ഷ്മികളിൽ ഒരാളായ ധാന്യലക്ഷ്മിയാണ് ഞാൻ. പ്രഭു, അങ്ങയുടെ കരുണയാൽ ഈരേഴ് ഉലകങ്ങളിലും ധാന്യങ്ങൾ നൽകി അതിജീവിപ്പിക്കാൻ ഞാനുള്ളപ്പോൾ അങ്ങയും അങ്ങയുടെ സഹോദരങ്ങളെയും ഭിക്ഷയെടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അവരെയും ഇവിടേക്ക് വിളിക്കൂ. നിങ്ങളുടെ പാത്രങ്ങളിൽ ദിവസം തോറും ധാന്യങ്ങൾ ഞാൻ തന്നെ നിറച്ചു തരുന്നതാണ്. ധാന്യലക്ഷ്മി, എനിക്ക് ദേവിയെ കണ്ടപ്പോഴേ മനസ്സിലായത് കൊണ്ടാണ് നാം അറിയാത്തതുപോലെ നടിച്ചത്. നാം ഇപ്പോൾ മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. ആയതിനാൽ അതിന് അനുയോജ്യമായ രീതിയിൽ ഭിക്ഷയ്ക്ക് പോവുകയാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ ദേവിയെ വിളിക്കാം. ഇപ്പോ പോയി വന്നാട്ടെ. ഉത്തരവ് പ്രഭു. ലക്ഷ്മണ, ശത്രുഘ്ന, നമ്മുടെ ജ്യേഷ്ഠൻ വരുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കാം. ശരി ജ്യേഷ്ഠ. ജ്യേഷ്ഠനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ ജ്യേഷ്ഠ ഇത്രയും വൈകിയത്? ആ അമ്മയെ സഹായിച്ചതിന് ശേഷം ഒരൽപ്പം താമസിച്ചു പോയി.
വന്നാലും ഭിക്ഷയ്ക്ക് പോകാം. ജ്യേഷ്ഠ, നമ്മൾ 4 പേരും തനിച്ച് ഭിക്ഷ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതെ, നമ്മൾ 4 പേരും ഒരാളോട് ഭിക്ഷ ചോദിക്കരുത്. അതുകൊണ്ട് നമുക്ക് തനിച്ച് തന്നെ യാത്രയാകാം. ശരി ജ്യേഷ്ഠ. ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി. ആഹാ, ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ഭഗവാൻ തന്നെ അവതരിച്ചു വന്ന പോലെ ഞങ്ങളുടെ ദശരഥ കുമാരൻ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി. ആഹാ, അങ്ങേ കാണുമ്പോ എന്റെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു. രാജകുമാര, അങ്ങ് ഗുരുകുലവാസം വെടിയും വരെ എന്റെ ഗൃഹത്തിലേക്ക് വന്ന് ഭിക്ഷ കൈക്കൊള്ളേണ്ടതാണ്. ഇതാ സ്വീകരിച്ചാലും. ഭഗവാനെ, എല്ലാം നിന്റെ മായ. ഭഗവാനെ, ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി. ഈ മുനികുമാരന് എന്താ ഒരു ദൈവികത! അങ്ങേക്ക് ഭിക്ഷ തരുന്നത് എന്റെ ഭാഗ്യമാണ്. സ്വീകരിച്ചാലും. ആഹാ, ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി. ആഹാ, എന്തൊരു വിനയം! രാജകുമാരനാണെങ്കിൽ പോലും ഗുരുകുലം മുറപ്രകാരം പ്രജകളുടെ അടുത്ത് ഭിക്ഷ യാചിച്ചു വന്നിരിക്കയല്ലേ. സ്വീകരിച്ചാലും. ജ്യേഷ്ഠ, ഇവിടെയുള്ള വീടുകളിൽ ഭിക്ഷ യാചിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശരി, വരൂ, നമുക്ക് മറ്റൊരു വീതിയിലേക്ക് പോകാം. ശരി ശരി ജ്യേഷ്ഠ. ജ്യേഷ്ഠ.